പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ വലിയ സ്നേഹം, വലിയ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പഠിക്കുന്ന വചനം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 7 അതിന്റെ 4 വചനങ്ങൾ. പഠിക്കാൻ എളുപ്പമാണ്, കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള വചനമാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24, 25, 26, 27 വചനങ്ങൾ. അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാകണം എന്ന് നമ്മെ ബോധിപ്പിക്കുന്ന മനോഹരമായ വചനമാണ്. അതിങ്ങനെയാണ് പറയുന്നത്. The Gospel of St. Matthew chapter 7 verse 24, 25, 26 and 27. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു. 25-ാമത്തെ വചനം. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായി. ഇനി 26-ാമത്തെ വചനം. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും, ആദ്യം നമ്മൾ പറഞ്ഞത് എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും. 26-ാമത്തെ വചനം, എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഘോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു. 27. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതായി. അത് വളരെ മനോഹരമായിട്ട് യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ താഴെയായിട്ട് POC ബൈബിളിൽ പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ അത് ഹിയറേഴ്സ് ആൻഡ് ഡൂവേഴ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ താഴെ, ചില ബൈബിളിൽ 2 ഫൗണ്ടേഷൻസ് എന്ന് പറയുന്ന ആ ഹെഡിങ്ങിന്റെ താഴെ ഇങ്ങനെ. അപ്പം ഇതിങ്ങനെയാണ് പറയുന്നത്. Everyone who hears these words of mine, everyone who hears these words of mine and acts on them will be like a wise man who built his house on rock. The rain fell, the floods came, and the winds blew and beat on that house, but it did not fall, because it had been founded on rock. And 26. And everyone who hears these words of mine and does not act on them will be like a foolish man who built his house on sand. The rain fell, and the floods came, and the winds blew and beat against that house, and it fell. The great was its fall. അതിന്റെ വീഴ്ച വലുതായി. ഞാൻ ഈ വചനം എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങൾക്ക് സമ്മാനിക്കുക. കാരണം ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ വചനം അവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. ഒരു കുറച്ച് സമയം കൊണ്ട് എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഒരു പെൺകുട്ടി കുറച്ച് നാളുകൾക്ക് മുമ്പ് വിളിച്ചു. എല്ലാ ദിവസവും ഞാൻ അവളോട് പറഞ്ഞു, അവളുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒരാഗ്രഹം. സഹോദരൻ, അങ്കിളെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവളോട് പറഞ്ഞത്, നീ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ദേവാലയത്തിൽ കയറുന്നതിന് മുമ്പ് ഈശോയോട് നീ പറയണം, വാതിക്കൽ ഈശോ നിനക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്, നിന്റെ ബലിവസ്തുവായി നിന്റെ നിയോഗം കൊടുക്കണം, നീ അവിടെ നന്നായി പ്രാർത്ഥിക്കണം. അവളെല്ലാ ദിവസവും അത് ശിരസ ഏറ്റെടുത്ത് അവളെല്ലാ ദിവസവും ദേവാലയത്തിൽ പോകാൻ തുടങ്ങിയ അന്ന് മുതൽ എല്ലാ ദിവസവും എനിക്ക് അപ്ഡേറ്റ് ചെയ്യും, അങ്കിൾ ഞാൻ ഇന്ന് ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു. അവളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് അവളുടെ വാക്കുകളിൽ ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായാൽ
ദെൻ അവൻ നമ്മുടെ ജീവിതം ഏറ്റെടുക്കും. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ പണിയാൻ നമുക്ക് സാധിക്കും. ഇത് കേൾക്കുന്നവർ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം, അയച്ചു കൊടുക്കണം, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം. ഈ വചനങ്ങളൊക്കെ എല്ലാവരും പഠിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അല്പസമയം കൂടുതൽ എടുത്തു, ക്ഷമിക്കണം. ഈ 4 വചനങ്ങൾ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24, 25, 26, 27 വചനങ്ങൾ എല്ലാവരും ഒന്ന് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ.